അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിൻ തങ്ങളുടെ വീട്ടിൽ പോയി വന്ന ആ ഒരു സന്തോഷത്തിൽ ഷഹർബാൻ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടായി പറഞ്ഞു, ഇക്ക, ഇന്ന് നല്ലൊരു സന്തോഷം, സമാധാനം എന്തെന്നറിയില്ല എനിക്ക്. നജീബ് സാർ പറഞ്ഞു, അത് പിന്നെ സന്തോഷമില്ലാണ്ടിരിക്കുമോ? നമ്മൾ ഇത്ര വർഷമായില്ലേ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ എൻ്റെ ഷഹർബാൻ, എനിക്കൊരു പ്രതീക്ഷയുണ്ടിപ്പോൾ. 6 മാസം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതേക്ക, സത്യമായിട്ടും 6 മാസം 6 ദിവസമായിരുന്നെങ്കിൽ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പഠിച്ചോനെ, 6 ദിവസം 6 മണിക്കൂർ 6 മിനിറ്റ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാ, തങ്ങൾ പറഞ്ഞാലേ വാക്കായിരിക്കും. എന്തായാലും എൻ്റെ പെണ്ണെ, നീ ഇപ്പോൾ സന്തോഷിച്ചില്ലേ? ഞാനാകെ ടെൻഷനായിരുന്നു. ഇക്ക, എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇക്ക, എന്നാൽ നാളെ ഇനി നവാസിൻ്റെ ആ ഒരു കേസൊന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകില്ലെന്ന് വെച്ചാലോ? അല്ല, ഇതെന്ത് കഥ? അല്ല, നീ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതായത് നമുക്ക് വേണ്ടത് എൻ്റെ സാലറി ഉണ്ട്. പിന്നെ നീ ലീവ് എടുക്കുകയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നീ റിസ്ക് എടുക്കുന്നത് കാണുമ്പോൾ ടെൻഷനാണ്. പഠിച്ചോനെ, ഞാനുണ്ടായിട്ടും ഇവൾ ഇത്രമാത്രം ജോലി ചെയ്യുന്നു. എന്തൊക്കെ തന്നെയാലും കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും ക്രിമിനൽസിനെ പൊക്കാൻ പോകുമ്പോഴും, അതുമാത്രമല്ല റൈഡിങ്ങും കാര്യങ്ങളും, അതിനൊക്കെ അത്യാവശ്യം എൻ്റെ ഷഹർബാൻ റിസ്ക് എടുക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. കള്ളത്തരമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പെണ്ണാണ് നീയെ. അതെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ ഒവായത്തിലങ്ങ് വിടല്ല. നീ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. ഇക്ക, അത് നിങ്ങളൊന്നും വിചാരിക്കില്ലേ. ഞാൻ എന്നെക്കൊണ്ട് കഴിയണത്ര ഒരു ഹെൽപ്പ്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഭാരം കുറയല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാർട്ടേഴ്സായാലും വീടായാലും അതിൻ്റെ വാടകയായാലും അങ്ങനെ പോകുന്നിടത്തൊക്കെ ആയാലും അതിപ്പോൾ ഇക്കയുടെ മാത്രം സാലറി കൊണ്ട് എല്ലാം അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വരുന്നത്. പിന്നെ ഇക്കയില്ലാത്ത ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീട്ടിൽ തനിച്ച് എൻ്റെ കൂടെ വേണം. ഇത് പിന്നെ സ്റ്റേഷനിലാവുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ കേസൊക്കെ ഡീൽ ചെയ്യുന്നത്. എനിക്ക് അത് സത്യം പറഞ്ഞാൽ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഓ, അങ്ങനെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നീ ലീവ് എടുക്കുമ്പോൾ ഞാനും ലീവ് എടുക്കണമെന്ന് അതല്ലേ പറഞ്ഞത്? ആ, അതെ. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഇൻഷാ അല്ലാ 2 പേർക്കും ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്ത് ലീവ് എടുക്കുന്ന ടൈമിനുള്ള സാലറിയൊക്കെ സെറ്റാക്കി വെക്കാലോ. എടി പെണ്ണേ, നല്ല ബുദ്ധി. ഓക്കെ, അതൊക്കെ ആയിട്ട് വേണ്ടേ? എന്താ, തങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പുണ്ട്. അതെ, അവരൊക്കെ പഠിച്ചവനോട് അടുത്ത ആളുകളല്ലേ. അവർക്കൊക്കെ അതൊക്കെ പഠിച്ചോ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. നമ്മളെപ്പോലെയൊന്നല്ലല്ലോ. ശരിയാണടി, പടച്ച റബ്ബിനോട് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ ഷഹർബാൻ. അതെ, അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇക്ക, നവാസിൻ്റെ കേസൊന്ന് റെഡിയാക്കണം, ഒത്തുതീർപ്പാക്കണം. ഒരിക്കൽ പോലും ആ നിരപരാധി ജയിലിൽ കഴിയാൻ പാടില്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്ത് ഹെൽപ്പും അവർക്ക് വേണ്ടി ചെയ്യണം. തെറ്റ് ചെയ്തവരാണെങ്കിലൊക്കെ, ഇല്ലാത്തവരെ കൊണ്ട് ഇത്രയധികം. ഷഹർബാൻ, നീ നോക്കിക്കോ, നാളെ ഒന്നൊരു ദിവസമുണ്ടെങ്കിൽ നമ്മൾ 2 പേരും പുത്തൻ വീട് തറവാട്ടിലെത്തിയിരിക്കും. അതെ, സൗദിയുടെ മൊഴിയെടുക്കാൻ. എന്നാലല്ലേ മുഹ്സിൻ തങ്ങൾ പറഞ്ഞ ആ കാര്യം, അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം. അതായിരിക്കും നല്ലത്. ശരിയാണ്, അറിവുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കണം. സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിലൊരു ഗുണം ലഭിക്കും. നമ്മൾ എത്രയോ പഠിച്ച ആളുകളായിരിക്കാം, കേസുകൾ കണ്ടെത്തിയവരായിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷേ ചിലരുടെ വാക്ക്, അതിലെന്തെങ്കിലും ഒരു പുണ്യമുണ്ടാകും. ഇൻഷാ അല്ലാ, നമുക്ക് എന്തൊക്കെ തന്നെയാലും നാളെ തന്നെ പുറപ്പെടാം. അങ്ങനെ അതാ അന്ന് നമ്മുടെ ഷഹർബാനും നജീബ് സാറും അവരുടെ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് അലിഞ്ഞു ചേരുന്നു. ഷഹർബാൻ, എന്തേക്കാ? സത്യം പറഞ്ഞാൽ ഇത്രമാത്രം സന്തോഷമുള്ളൊരു ദിവസം ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അതെ, സത്യമായിട്ടും നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെയൊരു അർത്ഥം വരാൻ പോകുന്നു എന്നൊരു തോന്നൽ അല്ലേ? അതെടി, ശരിക്കും വല്ലാത്തൊരു സന്തോഷം അവിടെ പോയി വന്നപ്പോൾ. പിന്നെ പോരാത്തതിന് ഈ ഒരു നിർദ്ദേശം കൂടി കിട്ടിയപ്പോൾ വളരെയധികം
അവർ പടച്ചറബിനെ സ്തുതിച്ചു. ആ രാത്രിയിൽ അവർ രണ്ടുപേരും അവരുടേതായ ആ സന്തോഷകരമായ ലോകത്തേക്ക് കടന്നു ചെന്നു. അവർക്ക് പ്രതീക്ഷയുണ്ട്, അതെ, ഞങ്ങൾക്ക് മക്കളുണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി അവർ പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കൃത്യം സമയം 4 മണി. ഇക്ക, അതെ, സമയം ഒരുപാടായോ? ലേറ്റായോ? എന്താ, നിനക്കൊന്നും ഉറക്കല്ലേ? സമയം 4 മണി. ഓക്കെ. എന്തടി? അല്ല, എന്തെന്നറിയില്ല, നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ എല്ലാം നമുക്ക് ലഭിക്കുമെന്ന് മുഹ്സിൻ തങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ പടച്ച റബ്ബിനോടൊന്ന് നമസ്കരിച്ച് ദുആ ചെയ്യട്ടെ. അങ്ങനെ അതാ അവർ രണ്ടുപേരും ഫ്രഷായി. അവർ അന്ന് തഹജ്ജുദ് നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അവരുടെ മനസ്സിലെ സന്തോഷ നിമിഷങ്ങൾ പെട്ടെന്ന് തന്നെ അവരിലേക്ക് അടുക്കുവാനും അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുവാനും നവാസിനെ കേസിൽ നിന്ന് മോചിപ്പിക്കുവാനും അങ്ങനെ അന്ന് അതാ നജീബ് സർ പള്ളിയിൽ പോയി വേഗം തിരിച്ചു വന്നു. അപ്പോഴേക്കും ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കി. ഷെഹർബാൻ, ഇക്ക വന്നോ? വരി, ഫുഡ് കഴിക്കുക. ഞാനൊന്ന് ജോഗിങ്ങിനൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പോഴേക്കും നീ എന്തെങ്കിലും കഴിക്കട്ടോ. ഇക്ക വന്നിട്ട്. അല്ലിക്ക, നമുക്കിന്ന് പെട്ടെന്ന് പോവണ്ടേ? അതെ, ഇന്ന് നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, മറിച്ച് നമ്മളിന്ന് പുത്തൻവീട് തറവാട്ടിലേക്കാണ്. കാര്യം ഷമ്മാസ് മാത്രമേ അറിയുന്നുള്ളൂ. ഒരിക്കൽ പോലും അവിടുത്തെ ഐഷുമ്മയോ അവിടുത്തെ വേറെ ആരും ഇതറിയുന്നില്ല. നമ്മൾ ഹെൽത്തിൻ്റെ ആളുകളായിട്ട്, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിലും. എന്താ, എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ, അല്ലെങ്കിലും CID ആകാനും എൻ്റെ ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. CID ആയിട്ട് തന്നെ നമുക്ക് പോകണം. കാരണം സാധാരണക്കാരുടെ രീതിയിൽ പോകുക തന്നെ വേണം. തൽക്കാലം നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ അതാ ജോഗിങ് എല്ലാം കഴിഞ്ഞ് സാറ് തിരിച്ചു വന്നു. ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചു. യൂണിഫോം വേണ്ടല്ലോ. എന്താ പെണ്ണ് നീ പറയുന്നത്? യൂണിഫോമൊക്കെ ഇട്ടിട്ടാണോ നമ്മൾ പോകുന്നത്? യൂണിഫോമൊക്കെ ഇട്ട് എന്തായിരിക്കും അവസ്ഥ? ബെസ്റ്റ്. അങ്ങനെ അതാ ശരിക്കും നജീബ് പോലീസും അവർ രണ്ടുപേരും മാറ്റിയൊരുങ്ങി. നീ സുന്ദരിയായിട്ടുണ്ടല്ലോ പെണ്ണോ. അല്ലെങ്കിലും പർദ്ദയും ഹിജാബും നിനക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. പോലീസ് വേഷം വൃത്തികേട് കൊണ്ട് ഇടുകയാണ് അല്ലേ? സത്യമായിട്ടിക്ക, പോലീസ് വേഷത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തന്നെയാണ് താല്പര്യം. കുറച്ചുകൂടെ നമുക്ക് പോലീസ് വേഷം കെട്ടേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നിൻ്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നെ വിട്ടിരിക്കും. എന്താ? എൻ്റെ ഇക്ക എന്താ പറയുന്നത് അതുപോലെ ജീവിക്കാനാണ് എനിക്കിഷ്ടം, സത്യമായിട്ടും. എന്നാൽ ഇറങ്ങല്ലേ എൻ്റെ സുന്ദരി പെണ്ണേ. നജീബ് സാറ് അതാ തൻ്റെ പ്രിയപ്പെട്ട ഷെഹർബാനെ അവളുടെ കവിളിലൊന്ന് നുള്ളി. അവൾ പതുക്കെ ചിരിച്ചു. എന്താ, ആയിട്ടില്ല കേട്ടോ, സമയമുണ്ട് ഇനിയും. അങ്ങനെ അതാ അവർ കാറിലേക്ക് കയറുന്നു. പിന്നെ കാറിൽ നമ്മൾ സാധാരണ അങ്ങനെ കയറാറില്ല, സ്റ്റേഷനിലേക്ക് പോകുമെന്നല്ലാതെ. പിന്നെ എങ്ങോട്ടും ജീപ്പല്ലേ ശരണം. അത് തന്നെയല്ലേ പോലീസുകാരുടെ ഔദ്യോഗിക വാഹനം. കാരണം ക്രിമിനൽസിനൊക്കെ പിടിക്കാനൊക്കെ അത് തന്നെയല്ലേ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയതാ അവർ അവരുടെ കാറിൽ നേരെ പുത്തൻവീട് തറവാട് ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം പുത്തൻവീട് തറവാടിൻ്റെ ആ വലിയ ഗേറ്റിന് മുമ്പിൽ ആ കാറ് നിന്നു. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗേറ്റ് ഓപ്പൺ ആവുകയും ചെയ്തു. അവർ കാറിൽ നിന്നിറങ്ങി. എന്നാൽ അകത്ത് ഐഷുമ്മ, മോളെ സിയേ, ആരാ അവിടെ വന്നിക്കണാവും? ഇന്നേരപ്പം ഇനിയിപ്പോൾ ആരാ വരാൻ ഇത്ര രാവിലെ? ഷാമോനാണ് പുറത്തേക്ക് പോവുകയും ചെയ്തിനോ, കടയ്ക്ക് പോയതൊന്നല്ല, ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. അല്ലാ നുസിയെ ഒന്ന് നോക്കാം. അപ്പോൾ തന്നെ അതാ നുസൈബ വേഗം എത്തി നോക്കി. വാതിൽ പതുക്കെ തുറന്ന്, ഉമ്മ, 2 ആൾക്കാരോ? ഏതാൾക്കാർ? മുറ്റത്തൊരു കാറുണ്ട്. അത് ശരി, ആരാടി? അങ്ങനെ അതാ ഐഷുമ്മ അവരെ കാണുന്നു. ആരാ മനസ്സിലായില്ല, അങ്ങോട്ട് കയറിയിരിക്കി. അല്ലുമ്മ കയറൊന്നും വേണ്ട, ഞങ്ങൾ ഹെൽത്തിൻ്റെ ആൾക്കാരാണ്. ഹെൽത്തിൻ്റെ? ഈ
ഹെൽത്തിൻ്റെ അത് ശരി. ഇപ്പം ഈ മഴക്കാലം ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും അസുഖവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം പിന്നെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കണത് നല്ലതുമാണ്. ഓക്കെ. ഇവിടെ ഈ വീട്ടിൽ എത്ര പേരുണ്ട്? എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളിവിടെ 3-4 ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ മക്കളും പെണ്ണുങ്ങളും വേറൊരിടത്ത് ഓലുണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒക്കെപ്പാടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം ഇവിടെ താമസിക്കണോലിപ്പോൾ ഞാനും എൻ്റെ നുസൈബയും എൻ്റെ ഷമ്മാസും ഇപ്പോൾ സൗദിയും കുട്ടികളും ഒക്കെ തന്നെ. ഞങ്ങൾ 4-5 ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ അപ്പോഴേക്കും ഷെഹർബാൻ എന്തൊക്കെയോ എഴുതുന്ന പോലെയും അഭിനയിച്ചു. പിന്നെ ഉമ്മാക്ക് എത്ര വയസ്സ്? എൻ്റെ പൊന്നാര കുട്ടിയെ വയസ്സും പ്രായമൊക്കെ പറയുകയാണെങ്കിൽ എമ്പാടും വയ്ക്കണ്. അതിപ്പോൾ അങ്ങനെ കൺകൂട്ടി പറയുകയാണെങ്കിൽ എഴുതിക്കോളൂ. ഒരു 56 58 വയസ്സൊക്കെ 60 ആയിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അതിപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒരു 10-60 വയസ്സാണ്ട് എഴുതിക്കോ. ഏതായാലും കുറക്കാൻ പാടില്ലല്ലോ, നമ്മൾ എപ്പോഴും വയസ്സ് കൂട്ടി പറയണം. ശരിക്കും അത് നജീബ് സാറിന് ചിരിയാണ് വന്നത്. കാരണം പെട്ടെന്ന് 1056 നിന്ന് 60ലേക്ക് കുതിച്ചു ചാടിയ ഒരു ഇത് 60 എഴുതിക്കുട്ടിയെ. ഇനിയിപ്പോൾ കുറക്കാൻ പറ്റൂല വയസ്സൊന്നും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ നുസിയെ എടി എൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെടുത്താ. ഉമ്മ അത് അല്ലേ, ഓള് MBBS പഠിച്ചതന്നെ, ഓള് ഡോക്ടർ ആകാൻ പഠിച്ചു തന്നെയാണ്. അപ്പോൾ പിന്നെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓള് നല്ലോണം നോക്കുകയൊക്കെ ചെയ്യും. എന്നാലും എത്ര നുസിയൻ്റെ വയസ്സൊന്ന് പറഞ്ഞെടുത്താ. അതുമ്മ വയസ്സ് 22. 22. സൗദ എനിക്ക് എത്രയടി വയസ്സ്? വയസ്സോ? എന്തിനാ വയസ്സ്? അല്ലേ അവിടെ ഹെൽത്തുകാരെ നിൽക്കണേ, പേരും വയസ്സും നമ്മൾ തൂക്കും ഇതൊക്കെ നോക്കില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ട് അതൊക്കെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ വയസ്സ് എനിക്ക് 20 ആവണുള്ളൂ, 20 ആയിട്ടുള്ളൂ. 20ഓ? അപ്പം നുസൈബാൻ്റെ കുറേ തായേച്ച്. അപ്പോൾ മുസൈബാൻ്റെ ഒക്കെ മൂത്താന്നൊക്കെ പറഞ്ഞു കേട്ടീനു. അല്ലടി എന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ കല്യാണമൊക്കെ ഉണ്ടായത്. എനിക്ക് എത്ര പറഞ്ഞോ? ഇനിയിപ്പോൾ കുറക്കണ്ട കേട്ടോ. എത്ര 25ഓ 28 കഴിക്കണ? 30 അല്ല പിന്നെ. ഇങ്ങോട്ട് കൂട്ടി എടുക്കാതെ. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രായം തോന്നുന്നുണ്ടോ? എന്നെ കണ്ട പ്രായം തോന്നുന്നുണ്ടോ ഇല്ലേന്നല്ല ഇവിടെ വിഷയം. എനിക്ക് ഹെൽത്തിന് എന്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ടോ എന്ന് പോലും നല്ലോണം ചെക്ക് ചെയ്യും. അതാണ്, വേറൊന്നുമല്ല. അങ്ങനെ സൗദയുടെയും നുസൈബിയുടെയും ഒക്കെ വയസ്സും ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നു കൂട്ടത്തിൽ. അല്ല നിങ്ങൾക്ക് എത്ര മക്കളാണ്? എനിക്ക് 3-4 മക്കളൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ഒരുത്തൻ ഇവിടെ ഉണ്ട്, ഒരുത്തൻ ടൂർ വയ്ക്കണ്, ഒരുത്തൻ അങ്ങോട്ട് ദുബായിലാണ്, ഒരുത്തി കെട്ടിച്ചു കൊടുത്തുമാണ്. പിന്നെ എനിക്ക് മരുമക്കളും ഉണ്ട്, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളതിനിപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയേനു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസിൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം. അതാണ് എൻ്റെ ഇളയത്. പിന്നെ മറ്റേ മൂത്തോലുണ്ടോ ഇവിടെ ഇല്ല. അവൻ്റെ കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുന്നുകാണ്ട് എഴുതി കുത്തിക്കൂടെ, എന്തിനാ അപ്പം നിൽക്കൊന്നും വേണ്ട. അപ്പോഴേക്കും ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഷമ്മാസ് അതെ നജീബ് സാറിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. സാറേ ഇങ്ങോട്ട് കയറിയിരുന്നോളി. അല്ല ഞാൻ ഇവിടുത്തെ മകനാണ്. അത് ശരി. ശരിക്കും അവർ ഉമ്മയുടെ മുമ്പിൽ ഒന്ന് അഭിനയിച്ചു. പിന്നെ ഓരോരുത്തരെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മാനെ തന്നെ വിളിക്കാം ആദ്യം. അല്ലുമ്മ, ഉമ്മാക്കിപ്പോൾ ഞാൻ 10-60 വയസ്സൊക്കെ ഇവിടെ എഴുതിയിരിക്കണ്. അല്ല ഉമ്മാക്ക് എന്തെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും? പൊന്നാര കുട്ടികളെ പ്രഷറും പെർമയൊക്കെ നല്ലോണ്ട്. അത് ഇടക്ക് കൂടും ഇടക്ക് കുറയും. ഗുളിക ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്, അത് വല്ലാതൊന്നും ഇതൊന്നും ഇതില്ല. പിന്നെ ആരോ നാൾ പറഞ്ഞു കേട്ടോ, ഒരു ബെഡുണ്ട്, എന്താ അതിൻ്റെ പേരെന്തൊരു പേര് പറഞ്ഞല്ലോ, എന്താ മണിരായ എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഒരു ബെഡുണ്ട്. ആ ബെഡ് ഇപ്പം എനിക്ക് ഷമ്മാസം വാങ്ങി തന്നിക്കണേ. അതായത് ആ ബെഡിൽ കണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഉഷാറാണ്. അതിപ്പോൾ അതിലാണ്ട് കിടന്നാൽ ഈ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു സൈസ് കാന്തം ഉണ്ടല്ലോ, കാന്തം, ഈ മാഗ്നറ്റ് ഈ ബെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകാണ്ട് അങ്ങനെയുള്ളൊരു ബെഡാണത്. നമ്മളെ മേലും കയ്യും വേദനയും, കയ്യും കാലും വേദന, തരിപ്പ്, കടിച്ചിലേ വേദന ആ ബെഡ് കിടന്നാലാണ് മാറും. ഞാൻ കുറേ ഗുളിക ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. എൻ്റെ ക്ഷാമം പറഞ്ഞു, ഉമ്മ അങ്ങനെ കണ്ടമാനം നിങ്ങൾ ഗുളിക കുടിച്ച് കാണും, നിങ്ങളെ കിഡ്നി നിങ്ങൾ കളയല്ലേ, ഇതൊന്നും നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പരിചയപ്പെടുത്തി തന്നാണ്, ഡോക്ടർമാർ വരെ ഉപയോഗിക്കണതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ബെഡും കാര്യങ്ങളും ബെഡിൽ കിടക്കും. പിന്നെയെന്ന് വെച്ചാൽ പോരാത്തിനൊരു ബെൽറ്റും തരും. അതെന്ന് വെച്ചാൽ ഈ വെള്ളം കട്ടി കുറക്കണ എന്തോ ഒരു സാധനമാണല്ലോ,
അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ വെള്ളം നമ്മൾ വെച്ചിട്ട് ഈ ബെൽറ്റ് അതിൻ്റെ ചുറ്റുഭാഗത്തും ചുറ്റിയിട്ട് ആ വെള്ളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ച് നല്ല കട്ടി കുറഞ്ഞ വെള്ളമായി വരും. കിണറ്റത്തെ വെള്ളമാണെങ്കിൽ എന്തൊക്കെ തന്നെയായും കനം കുറഞ്ഞ വെള്ളം നമുക്ക് നല്ലോണം കുടിച്ചാൻ കഴിയുമല്ലോ. അപ്പോൾ നല്ലോണം മൂത്രം ഒഴിച്ച് ഇങ്ങനെ പോവുകയും ചെയ്യും, മേത്തത്തെ നീരും പോകുന്നുണ്ട്. അപ്പോൾ പൊന്നാര കുട്ടികളെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്കിപ്പോൾ വലിയൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഗുളികയൊക്കെ കുറേ പ്രഷറും പ്രമേഹമൊക്കെ നോർമലായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ ആ ഒരു ബെഡിൽ കിടക്കലും പിന്നെ വെള്ളം കൂടി തന്നെ ആയപ്പോഴേ കുറേ ഒരു ആശ്വാസമുണ്ട്. മറ്റേത് കിടന്നാൽ നീച്ചാൻ കഴിയൂലേന്ന് എനിക്ക്. ഇപ്പോൾ ഞാൻ ചാടി നീച്ചാണ്. ഇപ്പം എനിക്ക് പഴയ പോലെ ഒന്നല്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ശരിക്കും അത് നജീബ് സാറും അവരും ഞെട്ടിപ്പോയി. ആഹാ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാൽ ഷമ്മാസിനോട് കാര്യങ്ങൾ ഉമ്മ എന്ത് ബെഡ് യൂസ് ചെയ്യുന്നത്? അത് എൻ്റെ ഫ്രണ്ട് പരിചയപ്പെടുത്തിയതാണ്. അതായത് ഒരുപാട് ഡോക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. അതായത് മാഗ്നറ്റിക് ഭൂമിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് കാന്തമുണ്ട്. ആ കാന്ത ബെഡിനിടയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മളിങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്ലഡൊക്കെ അധികം ഓട്ടമില്ലാതെ ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഓട്ടല്ലേ ഉണ്ടാകുക. പക്ഷേ ഈ കാന്തത്തിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ വേഗം നല്ല സ്പീഡിൽ രക്തമൊക്കെ ഓടി നല്ല രീതിയിൽ ക്ലിയർ ആകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എൻ്റെ ഫ്രണ്ട് എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഉമ്മാക്ക് വാങ്ങിക്കൊടുത്താണ്. അപ്പോൾ ഉമ്മ നല്ല ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കയ്യിനായാലും കാലിനായാലും വേദനക്കാരി ഒരു ടൈപ്പ് ബെൽറ്റ് ഉണ്ട്. കയ്യുമ്മട ഒരു വളമുണ്ട്, നല്ല എനർജറ്റിക് ആയിട്ട് ഒരു കാന്തത്തിൻ്റെ ഒരു ടൈപ്സ് വള തന്നെ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉമ്മാക്ക് നല്ല ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ട്. ഓ അങ്ങനെയല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിക്കണമല്ലോ. എല്ലാവർക്കും പറ്റുന്നേ. 6 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അത് യൂസ് ചെയ്തവരെന്ന് ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ആണല്ലേ, ഓക്കെ. എന്നാൽ ഞങ്ങൾക്കും ഒന്ന് അത് സജസ്റ്റ് ചെയ്ത് തരണം. ഓക്കെ, തീർച്ചയായും. അങ്ങനെ അതിനെക്കുറിച്ച് ഉമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടെൻഷൻ ആകുമ്പോഴത്തേ ഇതുള്ളൂ. ഇപ്പോൾ പിന്നെ ടെൻഷൻ ആകാതെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ. നുസൈബ, എന്താണ് നുസൈബ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വല്ലതും ശരീരത്തിലോ? ഒന്നുമില്ല സർ. മെഡിക്കൽ വിദ്യാർത്ഥിയാണല്ലേ, അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഹെൽത്ത് കൺട്രോൾ ചെയ്യുമല്ലോ, നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്നാലും കാര്യങ്ങളൊക്കെ നോർമലാണ്. ബെസ്റ്റാണ് നിങ്ങൾ. ഓക്കെ. ഷമ്മാസിൻ്റെ കാര്യം ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെ. അതെ, എനിക്കും അൽഹംദുലില്ലാ കാര്യമായിട്ട് പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാനും ഒരു ബെഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ അങ്ങനെ ശരി. അപ്പോൾ അങ്ങനെയാണല്ലേ, ഓക്കെ. പിന്നെ വേറെ ആരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരാൾ കൂടെ? അത് ജ്യേഷ്ഠൻ്റെ ഭാര്യ സൗദയുണ്ട്. ഓക്കെ അവരും കൂടെ ഒന്ന്. എന്നാൽ ഐഷുമ്മ നേരെ, എടി സൗദ മോളെ, ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നിക്കണ്, ഓൾക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കണം പറയണമെന്ന്. ഓൾക്ക് ചോദിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്താണെന്നില്ല, ഞാൻ അവിടെ പോയി ഹെൽത്തിൻ്റെ കാര്യം പറയല്ലേ. പൊന്നാര സൗദ ഒന്ന് വന്നാൽ ഉദ്യോഗസ്ഥന്മാരാണേ, ഓൾക്ക് എന്ന് വെച്ചാൽ ഒന്നുമല്ല, ഞങ്ങളെ കാര്യമൊക്കെ ചെക്കപ്പും കാര്യമൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെതും കൂടെ ഒന്ന് നോക്കണമല്ലോ കേട്ടോ. എന്നെ കൊണ്ട് അങ്ങോട്ട് വരാൻ കഴിയൂല. എനിക്ക് ഉറക്കക്ഷീണാണ്, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ശരിക്ക്. പൊന്നാര സൗദ, എന്താ അവർ വരാൻ കൂട്ടാക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് പോയിക്കോളാം. ഷഹർബാൻ്റെ ഒരു വാക്ക് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് ഇങ്ങോട്ട് എത്തിച്ചു തന്നാലും മതി, ഒരു വാഹനത്തിന് ഉള്ളിലേക്കോ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കോട്ടയാട് മുറ്റം ഇവിടെ ഇരുന്ന് സംസാരിക്കാലോ. എന്നാൽ സൗദ കൂട്ടാക്കിയില്ല ഒരിക്കൽ പോലും. അവൾ പറഞ്ഞു, എനിക്ക് ആരും കാണണ്ട, ഒരു ഹെൽത്തും കുൽത്തും ഒന്നും വേണ്ട എനിക്ക്. എന്താന്നില്ല, മനുഷ്യനൊന്ന് നല്ല രീതിയിൽ ഒന്ന് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കുമ്പോഴാണ് ഹെൽത്തുകാർ മറ്റോലെന്നൊക്കെ വെച്ച് വരുന്നത്. അതെ, ഓൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? സൗദ പെട്ടെന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖവുമായി പർദ്ദയും ഷാളും ഹിജാബും അണിഞ്ഞ ഒരു സ്ത്രീ. ഒരു പുഞ്ചിരിയിൽ ശരിക്കും സൗദ അവരെ നോക്കിപ്പോയി. പഠിച്ചോനെ എന്ത് സൗന്ദര്യം. മോളെ, എന്ത് പേര്? എൻ്റെ പേര് സൗദ. ഓക്കെ. മോൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഓക്കെ. പിന്നെ മോളെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, ഇതൊക്കെ എന്താ ഇവിടെയൊക്കെ കൈകളിലൊക്കെ ഒരു പാടുകളൊക്കെ? അവൾ ഒരു നിമിഷം പറയാൻ മടിച്ചു. അതെ,
നിൻ്റെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നിനക്ക് എന്ത് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഞങ്ങളോട് തുറന്നു പറയാം. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തും തുറന്ന് പറയാം കേട്ടോ. മോൾ ഒന്നുകൊണ്ട് ഭയക്കണ്ട. പിന്നെ എൻ്റെ ഭർത്താവുണ്ട്, അവരെ കൂടി ഞാൻ വിളിച്ചോട്ടെ? ആ വിളിച്ചോളി. അങ്ങനെ ഏതാ സൗദിയുടെ മുമ്പിൽ 2 പേരും ഇരിക്കുന്നു. പിന്നെ അല്ല മോളെ, മോളുടെ കൈകളിലൊക്കെ എന്താണ് ഈ ഒരു പാടുകളൊക്കെ? അതൊന്നും പറയണ്ട സാറന്മാരെ, അതൊക്കെ ഒരു കഥയാണ്. നിങ്ങൾ ഹെൽത്തിൻ്റെ ആൾക്കാരാണല്ലോ, പക്ഷേ ഞാൻ അനുഭവിച്ച ഹെൽത്ത് ഇഷ്യൂസൊന്നും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. എന്ത് മോളെ, അത് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. മോളെ കരയണ്ട, വിഷമിക്കണ്ട. വെള്ളം വേണോ? അതെ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കൂട്ടോ. അങ്ങനെ അത് അപ്പോൾ തന്നെ സൗദക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. പറയൂ മോളെ, എന്തായിരുന്നു നിനക്ക്, എന്തായിരുന്നു ഇഷ്യൂസ്? നിൻ്റെ ശരീരത്തിലേക്ക് എന്തിൻ്റെ പാടുകളാണതൊക്കെ? അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം? അതൊക്കെ ചോദിക്കാനും പറയാനും ഞമ്മക്ക് വേണ്ടേ ഒരാൾ? സൗദ, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഏതൊക്കെ വ്യക്തികൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ദുഃഖം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ഞങ്ങൾ സാന്ത്വനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പറയൂ സൗദ, എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ? നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചോ? നിങ്ങളെ ആരെങ്കിലും, ഭർത്താവ് എങ്ങനെയാണ്, ആളെങ്ങനെയാണ്? അദ്ദേഹമാണോ നിങ്ങൾ ഈ രീതിയിൽ ഉപദ്രവിച്ചത്? ഞങ്ങൾ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഇതുപോലുള്ള പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്, അവരൊക്കെ രക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഭർത്താവ് പീഡിപ്പിച്ചോ നിങ്ങളെ? ഭർത്താവിൻ്റെ പീഡനം ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ഭർത്താവിൻ്റെ പേര്? പിന്നെ ഭർത്താവ് നിങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു തരാമോ? ശരിക്കും നജീബ് സാറും നമ്മുടെ ഷഹർബാനും അവളുടെ വാക്കിന് വേണ്ടി കാതോർത്തിരുന്നു. എന്നാൽ ഷഹർബാൻ അതെല്ലാം റെക്കോർഡിംഗ് മോഡിൽ ഇടുകയും ചെയ്തു. അപ്പോഴേക്കും മൊബൈൽ ഫോൺ ഓൺ ചെയ്തു. പറയൂ സൗദ, നിങ്ങളുടെ ഭർത്താവാണോ നിങ്ങൾ ഈ രീതിയിലേക്ക് ഉപദ്രവിച്ചത്? നിങ്ങളുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? എന്തായിരുന്നു പേര്? എൻ്റെ ഭർത്താവിൻ്റെ പേര് നവാസ്. പറയൂ, കേൾക്കട്ടെ. അദ്ദേഹം ഏത് രീതിയിലാണ് നിങ്ങൾ ഉപദ്രവിച്ചത്? അല്ല, ഉപദ്രവിച്ചിട്ടില്ല. ഇല്ലേ? പിന്നെ എങ്ങനെ ഈ കാലുകളിലും കൈകളിലൊക്കെ ഈ രീതിയിലുള്ള മുറിവുകളും പാടുകളൊക്കെ വന്നു? അത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അതായത് ഉമ്മ തന്നെയാണ് ഉപദ്രവിച്ചത്. അല്ല മോളെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവിന് ഗൾഫിൽ സൂപ്പർ മാർക്കറ്റാണ്. ഓക്കെ. നിങ്ങളവിടെ പോയിരുന്നോ? എന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവ് കൊണ്ടുപോയി ഗൾഫിലേക്ക്. പിന്നെ ഞാനും എൻ്റെ ഭർത്താവും നല്ല രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എൻ്റെ ഭർത്താവിന് 2 മക്കളും ഉണ്ടായിരുന്നു ആദ്യത്തെ. അവരെ നല്ല പോലെ നോക്കി. അവരത്രക്കും ഞാൻ നല്ല രീതിയിലായിട്ട് നോക്കി. എന്നാൽ അതിനിടയിൽ എനിക്ക് സുഖമില്ലാതായി. അതല്ല, നിങ്ങളെ ഭർത്താവ് ഉപദ്രവിച്ചെന്ന് പറഞ്ഞല്ലോ. ഇല്ല, അതൊന്നും. പറയൂ. നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു. അതിനിടയിൽ ഒരു ദിവസം എനിക്ക് തലകറക്കും ഛർദിയും തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മനസ്സിലായി അതെ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ ഈ ഒരു സന്തോഷം ഞാൻ വീട്ടിലേക്ക് വിളിച്ചറിയിച്ചു. എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. എന്നാൽ ആ നിമിഷം തന്നെ ഉമ്മ പറഞ്ഞു, മോളെ, ഇനി മുതൽ നീ മറ്റേ കുട്ടികളെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യരുത്. അവരുടെ കാര്യത്തിൽ നീ ചിന്തിക്കരുത്. ഒരിക്കൽ പോലും നീ നിൻ്റെ ആരോഗ്യം നോക്കണം. മനസ്സിലായല്ലോ? അല്ല എന്നുണ്ടെങ്കിലേ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലും അവരുടെ ഡ്രസ്സ് അലക്കലും അവർക്ക് തീറ്റിപ്പോറ്റലും കൂടി ആയിട്ട് നീ ആകെ ടയേർഡാവും. അത് മാത്രമല്ല, കുഞ്ഞിനും എന്തെങ്കിലും കേടുപറ്റും. അതുകൊണ്ട് ഇനി മുതൽ നീ അവരെ നോക്കാനേ പാടില്ല. എന്നോട് ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. കാര്യം മറ്റൊന്നുമല്ല, അതായത് ഞാൻ ആ മക്കളെ നോക്കി വളർത്തിയതാണ്. ആ മക്കളോട് എനിക്ക് ഒത്തിരി സ്നേഹവുമാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം എന്നാൽ എനിക്ക് ഉമ്മ പറഞ്ഞത് കേട്ടിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഗർഭിണിയാണെങ്കിൽ എന്താ, നടക്കുന്ന മക്കളല്ലേ, നടക്കുകയൊന്നും വേണ്ടല്ലോ, അവർക്കുള്ള ഫുഡും കാര്യങ്ങളും സെറ്റാക്കി കൊടുത്താൽ പോരെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ആദ്യ ദിവസങ്ങളിലൊക്കെ ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു. നിരന്തരം ഉമ്മയുടെ കോള്. അല്ല, എന്തായി നീ ഇന്ന് മക്കളെ നോക്കിയോ? ഉമ്മ അതിനെന്താ, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. എൻ്റെ പൊന്നാര പെണ്ണെ, നീ വെറുതെ എൻ്റെ വയറ്റിലുള്ള കളല്ലേ. നീ പുത്തൻ വീട് തറവാട്ടത്തെ മരുമകളാണ്. അപ്പോൾ അതങ്ങോട്ട് ജനിച്ചോട്ടെ, ഇനി അവരെ പിന്നാലെ നടക്കണ്ട. നീ ഇപ്പോൾ ഒരിക്കലും അവിടുത്തെ വേലക്കാരിയല്ല, നീ അവിടുത്തെ മുതലാളിച്ചിയാണ്. ഒരിക്കലും
അങ്ങനെ ഓലെ പിന്നാലെ നടക്കല്ലേ, നീ നിൻ്റെ കാര്യം നോക്കി നടക്ക്. ഉമ്മയുടെ നിരന്തരമുള്ള ആ ഒരു വാക്കുകൾ, അതെല്ലാം കേട്ടപ്പോൾ എനിക്കും തോന്നി, അതെ, ഞാനിപ്പോൾ പുത്തൻവീട് തറവാട്ടിലെ മരുമകളാണ്, ഒരിക്കലും വേലക്കാരിയല്ല എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഭർത്താവ് വരുന്ന സമയത്ത് ഈ 2 മക്കളെ കുളിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് എന്നെ വിളിച്ചു വന്നു, സൗദ. അതെ, അദ്ദേഹം ഒരുപാട് സ്വീറ്റ് ഐറ്റംസുകളും ഫ്രൂട്ട്സുകളുമായിട്ടാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. സൗദ, ആ ഉപ്പ. അപ്പോഴേക്കും മക്കൾ ഓടിയെത്തി. ഇതെന്താ, മക്കളെന്നും നല്ല കുളിച്ച് ഫ്രഷായി സുന്ദരനായി നിൽക്കുന്നതാണല്ലോ. ഇതിപ്പോൾ എന്തു പറ്റി? മുടിയാകെ പാറി പറന്ന്. എവിടെ ഉമ്മി, എവിടെ? ഉമ്മി ഞങ്ങളോട് അടുത്തേക്ക് വരണ്ട പറഞ്ഞു. ഉമ്മി ഞങ്ങളോട് അടുത്തേക്ക് വന്നാൽ കുഞ്ഞുവാവക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒറ്റയ്ക്ക് കുളിക്കാനൊക്കെ പറഞ്ഞു. ഭക്ഷണം തന്നിട്ടില്ല. ആ പൊന്നുമോളുടെ വാക്കുകൾ കേട്ട ആ പിതാവ് ശരിക്കും ഞെട്ടിപ്പോയി. സൗദ, നീ എന്തൊക്കെയാ പറഞ്ഞത് അവരോട്? ഇക്ക, ഞാനേ ഇപ്പോൾ ഒരു ഗർഭിണിയാണ്. ഇനി അവരെ നോക്കാമെന്ന് എന്നെക്കൊണ്ടാവില്ല. അവരവരുടെ കാര്യമൊക്കെ നോക്കട്ടെ എന്ന് കരുതി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിയൂലെന്ന് പറഞ്ഞില്ലേ? ഓ, അവൻക്ക് ശരിക്കും വല്ലാത്ത വിഷമം തോന്നി. അതെ, എൻ്റെ ഉമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ പതുക്കെ മാറാൻ തുടങ്ങിയിരുന്നു. അല്ല സൗദ, നിന്നെ ഭർത്താവ് എപ്പോഴാണ് ഉപദ്രവിച്ചത്? ഭർത്താവ് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്നോടിത് പറഞ്ഞോ. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം ഇനി മക്കളെ, നീ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലാതെ ഒരിക്കൽ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗർഭിണിയായിട്ടും നിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ലേ? ഇല്ല, എന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നോട് പറയും വെയിറ്റ് കൂടുകയൊന്നും എടുക്കണ്ട, അങ്ങനെ എന്നൊക്കെ പറയും. എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങളും നോക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ നോക്കിയിരുന്നത്. ഓഹോ, അപ്പോൾ ഉപദ്രവിച്ചിട്ടില്ല ഗർഭിണിയായ സമയത്തൊന്നും? ഇല്ലല്ല. ഓ, എന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു. എങ്ങനെ ഉപദ്രവിക്കാനാ? പിന്നെ കൈകാലുകളിൽ കണ്ട ഈ ഒരു മുറിവുകൾ, പാടുകളൊക്കെ, അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. അതായത് പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് പ്രസവത്തിന് അനുബന്ധിച്ച് വന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ഉമ്മ അപ്പോഴും എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിർത്തിയില്ല. എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിലെൻ്റെ ഭർത്താവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എനിക്കും ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ വിട്ടില്ല. ഞാൻ പോരാൻ വേണ്ടി ഒരുപാട് നിന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് എന്നെ വേറൊരുത്തിനു വേണ്ടി കല്യാണം വരെ സെറ്റാക്കിയിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടു. ഞാൻ എവിടേക്കോ ട്രെയിനൊക്കെ കയറിപ്പോയി. പിന്നെ ഏതായാലും തിരിച്ച് പുത്തൻവീട് തറവാട്ടിലേക്ക് തന്നെ എത്തി. അപ്പോഴും ഇവിടുത്തെ ഉമ്മ എന്നെ നല്ലോണം നോക്കിയിരുന്നു. പിന്നെ എന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അത്യാവശ്യമായിരുന്നു എൻ്റെ ഫോണിലേക്കാണ് ക്യാഷ് മുഴുവനും വരുന്നത്. ഇപ്പോഴെൻ്റെ അടുത്തൊരു തള്ളിപ്പൊളി ഫോണാണ്, ഒരു സാധാരണ ആൻഡ്രോയിഡ് ഫോണ്. പിന്നെ എൻ്റെ ശരിക്കും സ്പെഷ്യൽ നല്ല ഫോണും എൻ്റെ കാര്യങ്ങളൊക്കെ മറ്റ് വീട്ടിൽ ആണ്. അത് എവിടെയാണെന്ന് വെച്ചതെന്ന് എനിക്കറിയുന്നില്ല. അവർ പറഞ്ഞു അതെടുത്ത് വിറ്റു എന്ന് പറയുന്നുണ്ട്. ഏതായാലും എന്താ അറിയില്ല. ആ ഒരു അക്കൗണ്ടിലേക്കായിരുന്നു നവാസ്കയുടെ ക്യാഷും കാര്യങ്ങളും എല്ലാം വന്നിരുന്നത്. എന്താ ചെയ്യുക, അത് എനിക്ക് തന്നില്ല അവർ. ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് ചോദിച്ചു, ആ ഫോൺ എവിടെ. അവർ പറഞ്ഞു, എന്തിനാ നിനക്ക് ഫോണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. നീ ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലിട്ട് അടച്ചു. എനിക്ക് ഭക്ഷണം തരാതെയായി. എൻ്റെ കൈകാലുകളെല്ലാം വന്ന് ഇടയ്ക്കിടെ അടിക്കും, എന്നെ ഉപദ്രവിക്കും. എൻ്റെ അനിയത്തിയും അങ്ങനെ തന്നെ, ഉമ്മയും അങ്ങനെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയി ഇനി ഒരിക്കലും ഞാൻ പുത്തൻവീട് തറവാട് വിട്ട് വരില്ല എന്നുള്ളത്. എന്നാൽ അപ്പോഴേക്കും നവാസ്കാക്കും ദേഷ്യം കൂടിയിരുന്നു എന്നോട് വെറുത്തിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ഇക്ക പറഞ്ഞതനുസരിക്കാതെ എൻ്റെ ഇഷ്ടത്തിന് അവിടെ പോയി നിന്നില്ലേ, അതുകൊണ്ട് തന്നെ. അല്ലാതെ എൻ്റെ നവാസ്ക ഒരിക്കൽ പോലും എന്നെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴേ സുഖമില്ലാത്ത അവസ്ഥയിൽ പോലും എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹം എനിക്ക് ഹെൽപ്പ് ചെയ്തു എന്നല്ലാതെ, എനിക്ക് നല്ലൊരു ജീവിതം നൽകി എന്നല്ലാതെ ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഓഹോ, അപ്പോൾ ഉപദ്രവിച്ചത് മുഴുവൻ അതെ എൻ്റെ ഉമ്മയും അനിയത്തിയുമാണ് ഉപദ്രവിച്ചത്. എൻ്റെ ഉമ്മയൊക്കെ കണ്ടില്ലേ, എൻ്റെ കാലുകളിലൊക്കെ അടയാളം. ഗ്യാസ് അടുപ്പത്ത് ചട്ടകം വെച്ച് പഴുപ്പിച്ചിട്ട് അതാ എൻ്റെ മുഖത്താണ് വെക്കാൻ നോക്കിയത്. പക്ഷേ ഞാൻ എൻ്റെ മുഖം പൊത്തിയത് കൊണ്ട് എൻ്റെ കാലുകളിലും കൈകളിലുമൊക്കെ വെച്ചു. അത്രക്കും ദുഷ്ടന്മാരായിരുന്നു അവർ. പക്ഷേ ആരോട് പറയാൻ,
ആര് കേൾക്കാൻ? ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടണം. എൻ്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ വീടും സമ്പത്തും സ്വത്തുമെല്ലാം അവർക്ക് ഒറ്റയ്ക്ക് തട്ടിയെടുക്കണം എന്നതാണ് അവരുടെ ചിന്ത. അതുമാത്രമല്ല, ഇപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഞാൻ പരമാവധി അവരോട് ചോദിച്ചു എനിക്ക് തരണം എൻ്റെ ഫോൺ എന്നുള്ളത്. പക്ഷെ അവർ തന്നില്ല. അവർ എവിടെയോ എങ്ങനെയൊക്കെയോ ജീവിക്കുകയായിരിക്കും. അതെ, ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിച്ചത് മുഴുവൻ എൻ്റെ സ്വന്തം ഉമ്മയാണ്. സ്വന്തം ഉമ്മയും അതെ ആ മകളും, അതായത് എൻ്റെ ഹസീന എന്ന പേരുള്ള അനിയത്തിയും. ഈ ലോകത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് ഞാൻ അവരെയാണ്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. എന്നെ ഉപദ്രവിച്ചതാണ് എൻ്റെ സ്വന്തം പെറ്റുമ്മയും എൻ്റെ അനിയത്തി. അല്ലാതെ ഒരിക്കൽ പോലും ഒരാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയാണ് എന്നെ ഈ രൂപത്തിലേക്ക് ഉപദ്രവിച്ചത്. ഉമ്മയും എൻ്റെ അനിയത്തിയും. അവർക്ക് ക്യാഷാണ് വലുത്. അവർക്ക് രക്തബന്ധമല്ല. അവർക്കൊരുപാട് സമ്പത്തും സൗകര്യവും സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ഇത് തന്നെയാണ്. അവർക്ക് പാവങ്ങളെ ഒന്നും കണ്ണിൽ കണ്ടുകൂടാ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളോട് പറയാൻ ഒരുപാട് അനുഭവിച്ചിരിക്കണം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തുനിന്നും അനിയത്തിൻ്റെ അടുത്തുനിന്നും. അവരെന്നെ റൂമിൽ വരെ പൂട്ടിയിട്ട് ദിവസങ്ങളിൽ ഭക്ഷണം തരാതെ. അങ്ങനെയൊക്കെ ഞാൻ ത്യാഗം സഹിച്ചതാണ് ഈ രീതിയിൽ ഞാൻ എത്തിയത്. ഇനി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ക്യാഷ് മുഴുവൻ വരുന്ന അക്കൗണ്ട് അതൊന്നുകിൽ ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം അതിലുണ്ടാകും. അതുകൊണ്ട് ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. അതുവരെ എപ്പോഴും എനിക്ക് സമാധാനക്കേടാണ്. കാരണം എന്നെ ഉപദ്രവിച്ചവരാണ് എൻ്റെ ഉമ്മയും അനിയത്തിയും. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും സുഖമായി കഴിയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ ഓരോ കാര്യങ്ങളും അതാ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാം ഉള്ളു തുറന്ന് സംസാരിച്ച് സൗദ, നജീബ് സാറും ഷഹർബാനും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയും കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.